ഹലോ, ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ്. സ്കൂളിലേക്ക് രണ്ട് മക്കൾക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാനുണ്ട്. അതുപോലെ ഞാൻ വാങ്ങിച്ചപ്പം ശ്രദ്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബിസ്മിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ബാക്ക് ടു സ്കൂളിൻ്റെ എനിക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നോട്ടും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവളെ മെയിൻ ഒരു പരിപാടി ഇതാണ്, ഇത് വാങ്ങിത്തരുമോ, ഇതെല്ലാ കുട്ടികളും എടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കുക. അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും വാങ്ങിക്കൊടുക്കലില്ല. പക്ഷെ കുറേ കാലം ഇങ്ങനെ പറയും. ഇതൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ കുറേ ആയിട്ട് കണ്ടിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞ് നടക്കുന്ന ഐറ്റംസാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ കിറ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഓൾ ഇതിന് എന്തൊക്കെ പെറുക്കുന്ന എഴുതി ഇങ്ങനെ നോക്കി നടക്കുകയാണ്. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന ടൈമിൽ സ്കൂളിലേക്ക് വേണ്ട നോട്ടും ടെക്സ്റ്റും കുട ബാഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മതിയായിരുന്നു. ഇപ്പോൾ അതൊന്നും പോരാ, കുട്ടികൾക്ക് ഒരുപാട് ഐറ്റംസ് വേണം. അപ്പോൾ ലഞ്ച് ബോക്സ് ഞാൻ തപ്പി നടന്നൊരു ഐറ്റം ഇവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഓൺലൈനിലൊക്കെ കാണുന്നുണ്ടല്ലോ, അങ്ങനെ 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്നത്. അതെനിക്ക് വേണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരൊറ്റ വരണം, സ്റ്റീലിൻ്റെ വേണമെന്നായിരുന്നു കേട്ടോ. അപ്പം അതങ്ങനെ കണ്ടു നോക്കി. പാകത്തെ വലിപ്പമൊക്കെ ആയിരുന്നു. പക്ഷേ വൈറ്റ് ലിഡ് ആയതുകൊണ്ടേ സ്കൂളിലേക്ക് മഞ്ഞളില്ലാത്ത എന്താ കൂട്ടാൻ കൊടുത്തേക്കാനുണ്ടാവുക. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് എന്തായാലും വൈറ്റ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സിൻ്റെ പുതിയ കളക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പം മുന്നത്തെ കളക്ഷനൊക്കെ തന്നെ. അപ്പോൾ ഇവിടുന്ന് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ. സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് മാത്രം പോരല്ലോ. സ്കൂൾ ഓപ്പണിംഗ് പ്രമാണിച്ച് നമുക്ക് വീട്ടിലൊരുക്കി വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു നെക്സ്റ്റ് ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് എന്തായാലും എല്ലാവരും കാണണം കേട്ടോ. വീട്ടിൽ നമുക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം, എങ്ങനെയൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൽ വരുന്ന സ്നാക്സ് ബോക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും സ്റ്റീലിൻ്റെ വേണമെന്നുണ്ടായിരുന്നു, ലഞ്ച് ബോക്സ് ആയിട്ട് ഉള്ളിൽ സ്റ്റീൽ വരുന്ന ടൈപ്പ്. അപ്പോൾ ഇവിടുന്ന് മുഴുവൻ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് ഹെയർ ആക്സസറീസ് സംഭവങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അത് കണ്ടപ്പം അത് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയതാണ്. പിന്നെ അടുത്തത് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇനിയിപ്പം ജാംജൂമിൽ ഒരു ദിവസം എന്തായാലും പോകാനുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളും എല്ലാം കാണിച്ചു തരാം. അങ്ങനെ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബാഗൊന്നും പിന്നെ അന്ന് ഇവിടുന്ന് നോക്കിയിട്ടില്ല കേട്ടോ. ബാഗൊക്കെ താഴെ വേറെ സെക്ഷൻ ഉണ്ടായിരുന്നു ബാഗിൻ്റെ. അപ്പോൾ അവിടെ പോയിട്ടില്ല. ബാക്കി കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ഭയങ്കര തിരക്ക്, ഇരിക്കാൻ പോലും സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പം വിചാരിച്ച് വന്ന സംഭവങ്ങളൊന്നും കുറേ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ജാംജൂം പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കാം. അത് വേറൊരു ദിവസമാണ് പോയത്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ പിന്നെ ഒരു ദിവസമാണ് ജാംജൂമിലാണ് കേട്ടോ. അപ്പം ഇതുപോലുള്ള ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലാണ്ട് ഇല്ല, ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന ഭാഗത്ത് തന്നെ ഇങ്ങനെ കുട്ടികൾ കാണുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ചിട്ടാണ്. അപ്പം കുട്ടികളെ പറയണ്ട, ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കൈ തന്നെ പോകുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ ഓരോന്ന് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാശി പിടിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ലഞ്ച് ബോക്സ് ഇവിടെ നോക്കി. അപ്പോൾ ഇവിടുന്ന് എനിക്ക് അല്ലിക്കൊക്കെ ഇത് നല്ല പാകമായിരുന്നു. ഇതെടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് പറ്റിയില്ല. അവൾക്ക് ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഒക്കെ വേണമെന്നുള്ള ഇതായിരുന്നു കേട്ടോ. യൂണിക്കോണ് ഒക്കെ പറഞ്ഞിട്ട് അവൾ നടക്കണം. പക്ഷെ അതൊക്കെ വരുന്നത് ഇതേപോലെ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പം ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാട്ടർ ബോട്ടിൽ മാത്രമാണ് ഞാൻ എടുക്കണ്ടെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. എന്താ എടുക്കണ്ടെന്ന് പറയാനുള്ള കാരണം എന്നുള്ളത് ഞാൻ സാധനങ്ങളൊക്കെ കാണിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അല്ലിക്ക് ബാഗ് കിട്ടിയിട്ടില്ല, പിന്നെ ലഞ്ച് ബോക്സും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ഇതിപ്പോൾ 3ാമത്തെ ഷോപ്പിലാണ്. ഇത് വേറൊരു ദിവസം. അപ്പോൾ അവിടുന്ന് നോക്കി, അവിടുന്ന് ബാഗൊക്കെ കിട്ടി. ലഞ്ച് ബോക്സ് അവൾക്ക് അത് സെറ്റായില്ല, അത് പറ്റ ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടില്ല. പിന്നെ
പറഞ്ഞല്ലോ കുറച്ച് ഗേൾസ് ആവുമ്പം ഫാൻസിയിൽ മസ്റ്റാണ്. നമ്മളിവിടേക്ക് എന്തിനിറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഫാൻസി അതിൻ്റെ കൂടെ മസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ഐറ്റംസ് മാത്രം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. വേറെ കുറേ സാധനങ്ങൾ ഓൺലൈനിലായിട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഓർഗനൈസേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ബാഗ് എടുത്തിട്ടുള്ളത് ഇപ്പം ഈ കൊറിയൻ ടൈപ്പ് ബാഗ് ഇങ്ങനത്തെ ഐറ്റംസ് ആണല്ലോ, ഇങ്ങനത്തെ ആണല്ലോ ബാഗിൽ വരുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചളി പിടിക്കാത്ത ഐറ്റംസ്, നനഞ്ഞാലൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന മെറ്റീരിയലാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ബാഗ് എടുത്തിട്ടുള്ളത്. അതേപോലെ കുട്ടികൾക്ക് ഈസി ആയിട്ട് എടുക്കാനും വെക്കാനൊക്കെ പറ്റുന്ന വിധത്തിലുള്ള, അപ്പം കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ബോക്സ്, പൗച്ച്, പിന്നെ അതേപോലെ ലഞ്ച് ബോക്സ്, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ബുക്ക് ഇടുന്നതിൽ ലഞ്ച് ബോക്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ലായിരിക്കും. അപ്പം അതിനൊക്കെ പ്രത്യേകം കമ്പാർട്ട്മെൻറ്റ് ഉള്ളത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അല്ലിൻ്റെ ബാഗാണ്. അപ്പോൾ സിപ്പൊക്കെ നല്ല സ്മൂത്തായിട്ട് തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ അല്ലിപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡും പൊന്നും 6th കേട്ടോ. നെക്സ്റ്റ് ബുക്ക് റാപ്പ് ചെയ്യണ ഇതാണ്. അപ്പോൾ ഇത് ഞാൻ രണ്ടാൾക്കും 2 കളറിലാണ് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്, ബുക്ക് മാറിപ്പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നോട്ടും ടെക്സ്റ്റൊക്കെ ഒരാളെ ബാഗിൽ തപ്പണം പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. രണ്ടാൾക്ക് 2 കളറിൽ ബുക്ക് റാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, പിന്നെ പേരൊന്നും തപ്പിയെടുത്തിട്ട് വേണ്ട. പിന്നെ ബോക്സ് അതേപോലെ തന്നെ അല്ലിക്കൊക്കെ പെട്ടെന്ന് ഓൾക്ക് തന്നെ തുറക്കാനും അടക്കാനും പറ്റുന്ന വിധത്തിലുള്ളത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പൊന്നൂന് പൗച്ചാണ് എടുത്തത്. അപ്പം ഈ ഒരു ബോക്സും ഒരെണ്ണം എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ബോക്സിൻ്റെ ഒക്കെ പണി പെട്ടെന്ന് തീരും. അതുകൊണ്ട് ചിലപ്പോൾ അവിടെ പൊട്ടി ഇവിടെ പൊട്ടി അങ്ങനെ അതിൻ്റെ അതൊക്കെ പറഞ്ഞു പോന്നിട്ടൊക്കെ വരും. അതുകൊണ്ട് ഒരു ബോക്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് പൊന്നൂന് എടുത്തിട്ടുള്ള ലഞ്ച് ബോക്സ്. അപ്പോൾ ലഞ്ച് ബോക്സ് താഴെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിലും പല മെറ്റീരിയൽ താഴെ വന്നിട്ട് ഉള്ളിൽ സ്റ്റീൽ വരുന്ന ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളത് നോക്കിയപ്പോൾ എനിക്കൊരു പ്രശ്നം തോന്നിയത്, ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മൾ ഈ ഉള്ളിൽ മാത്രമായിട്ട് സ്റ്റീൽ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, അത്ര ഫിനിഷിങ് ഇല്ല. അപ്പം ഫുഡ് ഡെയിലി കൊണ്ടുപോകുന്നതാകുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളറിലൊക്കെ ഇങ്ങനെ പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ടില്ല. ഇത് നമ്മൾ ഓൺലൈനിലൊക്കെ കുറേ കണ്ടിട്ടുള്ള ഐറ്റമാണ്. ഷോപ്പിൽ ഇതിന് റേറ്റ് വന്നത് 615 കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും റേറ്റ് ഇതിൽ ഓൺലൈനിൽ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഷോപ്പിൽ നിന്ന് എടുത്തത്. പിന്നെ ഇതാ വാട്ടർ ബോട്ടിൽ ഇത് സ്കൂളിലേക്ക് എടുക്കണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് തുറന്നു വരുന്നത്. അപ്പോൾ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകുമ്പം അഥവാ എങ്ങനെയെങ്കിലും പ്രസ്സായി വെള്ളം ലീക്കാവൂലേ, അപ്പം അങ്ങനെ വിചാരിച്ചു നമ്മളിങ്ങനെ തിരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് അടക്കണ വാട്ടർ ബോട്ടിലാവുമ്പം ആ ഒരു പ്രശ്നമല്ല, നമ്മളത് തുറന്നെങ്കിൽ മാത്രമേ വെള്ളം ലീക്കാവുള്ളൂ. അപ്പോൾ ഇതിനുള്ളിലൊരു വാഷറൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് പ്രസ് ചെയ്യാതെ ഒരിക്കലും വെള്ളം ലീക്കാവണമെന്നില്ല. ഇതിന് അത്യാവശ്യം റേറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാനിത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓർക്ക് എന്തായാലും ഇതിൻ്റെ എന്തൊക്കെയോ വീഡിയോസൊക്കെ കണ്ടിട്ട് അതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. പിന്നെ അടുത്തത് പെന്നും പെൻസിലിൻ്റെ ഒക്കെ സെക്ഷനാണ്. അപ്പോൾ ഇതാ ഫ്ലെയറിൻ്റെ ഒരു ഇത് 25 ഒരു സെറ്റാണ്, നല്ല ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് പൊന്നെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ പെന്നിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇതുണ്ടല്ലോ എഴുതി നോക്കുമ്പം നല്ല സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പെന്നായിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലേക്കും മദ്രസിലേക്കും ഒക്കെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ പെന്നും പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ രണ്ടാൾക്കും വേണമല്ലോ. അപ്പം പെൻസിൽ ഞാൻ അപ്സര തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഷാർപ്നർ. അപ്പം ഇതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ പിന്നെ വേറെ ഷോപ്പ് കയറിയപ്പോൾ പിന്നെ അവിടെ നിന്നും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 എണ്ണം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കുന്ന ടൈമിലാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞത്. പിന്നെ ഇത് എറേസർ വലുത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടാൾക്കും വേണം. ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പോകുന്ന വഴി കാണൂല. പിന്നെ കുറച്ച് പെൻസിൽ മാർക്കർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടുമാണ്
നമ്മളെ ക്യൂട്ട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടുള്ളത്. ഇത് എന്താ ഷാർപ്നർ കം എറേസർ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് അങ്ങനെ എടുത്തത്. പിന്നെ ഒരു കുട ഇവിടെ ഉണ്ടായിരുന്നു. ഇത് പൊന്നൂന് ഇങ്ങനെ പ്രിൻ്റ് വരുന്ന ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. ബാഗിലൊക്കെ വെക്കാൻ ഇതാണല്ലോ ചെറുത് നോക്കിയിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇത് പെന്നാണ്. ഇതും അതേപോലെ സ്റ്റഡി ടേബിളിൽ വെക്കാനെന്നും പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ഫെവിക്കോളിൻ്റെ ഇതും, പിന്നെ കുറച്ച് നോട്ട്ബുക്ക്. അപ്പം അങ്ങനെ ഓൾക്ക് രണ്ടാൾക്കുള്ള ഒരുവിധം ഐറ്റംസൊക്കെ ആയിട്ടുണ്ട് സ്കൂളിലേക്കുള്ള. ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതേപോലെ നമ്മളെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ ഓണാക്കി വെക്കാം കേട്ടോ. പിന്നെ ഗേൾസിന് അത്യാവശ്യം വേണ്ട ഐറ്റംസാണ് ഇത്. പിന്നെ നെയിം സ്ലിപ്പ് ഉണ്ട്. ഞാൻ ഇപ്രാവശ്യം പിക്ചറൊന്നും വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് അല്ലിക്ക് ഇത് കണ്ടപ്പോൾ ഇതെന്തായാലും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതായിരുന്നു. ഇതിന് 10 രൂപയെ വരുന്നുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, ഇത് വാങ്ങി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഒരു സാധനം നോക്കാനോ എടുക്കാനോ ഉള്ള ഒരു സ്വസ്ഥതയും തരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഹെയർ ആക്സസറീസിൽ മെയിനായിട്ട് വേണ്ടായിട്ടാണ് ഈ ഒരു പ്ലെയിൻ ക്ലിപ്സ് ഉണ്ടല്ലോ ടിക് ടാക്കറിൽ നമ്മളെ. അപ്പോൾ അത് സ്ക്രഞ്ചീസ് ചെറുതും വലുതുമായിട്ടുള്ള ബൺസും കാര്യങ്ങളൊക്കെ, ഹെയർ ടൈ അങ്ങനത്തെ ഈ ചെറിയ ഐറ്റംസ് ഒന്നും എത്ര ഉണ്ടായാലും തികയാത്ത ഐറ്റംസാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഈ പ്ലെയിൻ ആയിട്ടുള്ള ക്ലിപ്പാണ് മെയിനായിട്ട് എനിക്ക് വേണ്ടിയിരുന്നത്. കാരണം അല്ലിക്കൊക്കെ അപ്പം ചെറിയ മുടിയാകുമ്പം കുട്ടികളിങ്ങനെ തല താത്തി പിടിച്ച് എഴുതുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്തായാലും നമ്മൾ എത്ര കെട്ടി കൊടുത്തു കഴിഞ്ഞാലും സ്കൂളിലെത്തുമ്പോഴത്തേന് അതൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കണ്ണിലേക്ക് തൂങ്ങും. അപ്പോൾ അതുകൊണ്ട് ടൈറ്റായിട്ട് കിടക്കും. ഈ പ്ലെയിൻ ആയിട്ടുള്ളതാകുമ്പം ടൈറ്റായിട്ട് അവിടെ നമ്മൾ കുത്തി വെച്ച് അവിടെ തന്നെ അവിടെ ടൈറ്റായിട്ട് കിടന്നോളും, ഇങ്ങനെ ലൂസായിട്ട് ഇറങ്ങി വരില്ല. അപ്പം അങ്ങനെ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫാൻസിന്ന് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേറെയും കുറേ ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പൊന്നൂന് സ്റ്റഡി ടേബിളിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.